വജ്ര രചന ഹിമാനവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ഒരു സാധാരണക്കാരന് നീതി കിട്ടണമെങ്കിൽ രണ്ടും കൽപ്പിച്ച ആൾ തന്നെ ഇറങ്ങിപ്പുറപ്പെടണമെന്ന ചിന്ത നിങ്ങൾ ഓഫീസേഴ്സ് തന്നെയാണ് സാർ ഉണ്ടാക്കി കൊടുക്കുന്നത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ആയുധെടുക്കേണ്ട അവസ്ഥയിലേക്ക് പിന്നെ അത് എത്തിച്ചേരും. അപ്പം അത് നിയമം കയ്യിലെടുത്തുനിന്നാവും. ഒടുവിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട അയാൾക്ക് സമ്മതി തെറ്റും. ആർക്ക് നേരെ ഒരിറ്റ് ദയ കാണിക്കാൻ കഴിയാത്തൊരു മൃഗമായി മാറും. പിടിച്ചു നിൽക്കാനാവാതെ ഒന്നിൽ കീഴടങ്ങും, അല്ലെങ്കിൽ സ്വയം മരണം സ്വീകരിക്കും. നിങ്ങൾക്കൊരു കേസ് തീർപ്പായതിന്റെ ചാരിതാർത്ഥ്യവും സത്യത്തിൽ അമർഷവും സങ്കടവും പുച്ഛവും തോന്നിപ്പോകും സാർ. എന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ തന്നെ എനിക്കിതിൽ പങ്കുണ്ടാവാനുള്ള സാധ്യതയില്ലെന്നും ഞാൻ പറഞ്ഞതിനെയാണ് സത്യമെന്നും നിങ്ങളിൽ പലർക്കും തോന്നൽ വന്നിരുന്നു. എന്നിട്ട് ഏത് ലെവൽ വരെ നിങ്ങളുടെ ചോദ്യങ്ങൾ എത്തി നിന്നു. നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് നിന്നുപോയി ഞാൻ. ഡാടാ മതി നാവിട്ടരച്ച്. ജാമ്യം കിട്ടിയതിന്റെ പേരിൽ ഒത്തിരി അങ്ങ് നെകളിക്കരുത്. വളരെ കുറച്ച് ഡേയ്സ്, അത്രയുള്ളൂ ഈ തിളപ്പ്. ഇനി ഇവിടെ നിന്ന് ചലച്ചാ നിന്നെ ഇവിടെ ഇനി മണിക്കൂറുകൾ തിളക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കും. അതുകൊണ്ട് മോനിപ്പോ പോ, വീട്ടിലെ അമ്മ കാത്തിരിക്കായിരിക്കല്ലോ. താരാട്ടുപാടി ഉറക്കാൻ ചെല്ല്. മുഷ്ടിയുരുട്ടി പതിയെ ടേബിളൊന്ന് കുത്തി സിയായവരോട് മുരണ്ടു. ശേഷം തന്നിലേക്ക് തന്നെ ദൃഷ്ടി മാറ്റാൻ നോക്കി നിൽക്കുന്ന മാത്യൂസിനെ തറപ്പിച്ചൊന്ന് നോക്കി. ശൗര്യവും കലിയും തിളങ്ങുന്നുണ്ട് ആ കണ്ണുകളിൽ. അണുവീണ ചലിപ്പിക്കാതെ ഇരുവരും നോട്ടം കൊണ്ട് കൊമ്പോർത്തു. അത് കണ്ട എബിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇവർക്ക് തമ്മിൽ മുമ്പേ പരിചയമുണ്ടോ? ചോദിക്കാനിപ്പോൾ പറ്റില്ല, പക്ഷെ ആൾക്ക് ഉത്തരം കൊടുക്കാൻ ബാക്കിയുണ്ടല്ലോ. എൻ്റെ ജീവിതം സംരക്ഷിക്കാൻ കഴിയുന്നൊക്കെ എനിക്കും ചെയ്തല്ലേ പറ്റൂ സാറേ. ഇതിൻ്റെ എൻഡിൽ തമ്മിൽ കാണുമ്പോൾ സാറിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം എൻ്റെ കയ്യിലുണ്ടാവും. അതെനിക്ക് ഉറപ്പാ. പടാ പടാ. പരിഹാസത്തോടെ ചിരിച്ച് വലം കൈ മടക്കി പോയെന്ന് പറഞ്ഞ സിയുടെ കൂടെ ഉണ്ടായിരുന്ന വക്കീൽ ആകെ മൊത്തം നോക്കി അർത്ഥം വെച്ചൊന്ന് പുച്ഛി ചിരിച്ചു. മാതാ, നീ ചെക്കനെയും കൊണ്ട് വാ. അത്രയും പറഞ്ഞ അയാൾ പുറത്തേക്ക് നടന്നു. മാത്യൂസ് എബിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. വാതിലെത്തും മുമ്പേ തിരിഞ്ഞു നോക്കി. അത് പ്രതീക്ഷിച്ചെന്ന പോലെ നിൽപ്പുണ്ടായിരുന്ന CI. കാണാതിരിക്കൽ ആനന്ദം സാറേ. ചെറഞ്ഞു നോക്കി കൈ രണ്ടും പിണച്ചിട്ട് ടേബിളിലേക്ക് ചേർന്നയാൾ നിന്നു. ആ പേര് കേട്ട ഞെട്ടലായിരുന്നു. പക്ഷേ എബി കണ്ണു വിടർത്തി മാത്യൂസിനെ അവൻ നോക്കൽക്കേ. കാണാടാ ദേവക്കൽ മാതാ. ആ ഗർജനം ഈ ഒരു എൻട്രി കൂടി ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുറവായിട്ട്. നെടുവീർപ്പോടെ അയാളൊന്നുകൂടി നോക്കി മാത്യൂസിനൊപ്പം അവൻ പുറത്തേക്ക് നടന്നു. പപ്പ അത് ആടാ, നിന്റെ ഊഹം കറക്റ്റ് തന്നെയാ. എന്റെ ചിത്തൂന് പണ്ട് വീട്ടുകാരൻ പിടിച്ച ചെക്കൻ്റെ ഏറ്റവും ചെറിയ അനിയൻ. ഒറ്റക്കൺ ചിമ്മി തമാശ രൂപേണ പറഞ്ഞ മാത്യൂസിനെ ആകമത്ത് ഒഴിഞ്ഞു നോക്കി നെറ്റിയിൽ കൈപ്പത്തി കൊണ്ട് അവൻ അടിച്ചു. അന്ന് പപ്പയെ തീർക്കാൻ ഓടിയെടുത്തവരില് ആദ്യത്തെ അടി അടിച്ച് ഇങ്ങേരല്ലേ. ആകെ മൊത്തം ക്ലീഷേ ടേണിങ്സിൽ വട്ടം തിരിയുന്ന എൻ്റെ ലൈഫിൽ ഈ പാഞ്ഞു വന്ന പുതിയ ഇടങ്ങേറ് നോക്കിയേ. വീണ്ടും എന്തൊരു ക്ലീഷേ ട്രാജഡിയാണ് പപ്പ. ഈ കർത്താവ് ഇത് എന്നാ പരിപാടിയെ കാണിക്കുന്നേ? തനിക്ക് നേടേണ്ടി വന്ന മണിക്കൂറുകൾ പ്രതി ഉലഞ്ഞിരുന്ന പപ്പയുടെ മനസ്സൊന്ന് തണുപ്പിക്കാനായി സാഹചര്യത്തെ മറികടന്ന ഒരു കളി പറഞ്ഞ എബിയെ അത് മനസ്സിലാക്കി തന്നെയാണ് മാത്യൂസ് കുറുമ്പോടെ ഒന്ന് ചിരിച്ചത്. അന്നവൻ 10 ജയിച്ച് നിൽക്കുവോ മറ്റോ ആണ്. അവന്റെ തറവാട്ടിലെ ആദ്യത്തെ കല്യാണമായിരുന്നല്ലോ അത്. തലേന്ന് കൂട്ടുകാരെയൊക്കെ വിളിച്ചു പോകുമ്പോൾ വിരുന്നൊക്കെ നടത്തിയിരുന്നൊക്കെ കേട്ടിരുന്നു. പറഞ്ഞിട്ടില്ലേ ഞാൻ കുറേയൊക്കെ. ആളിത്തിരി തറവാട്ടുമായി പൊക്കി നടക്കുന്നവനാ. ഒത്തിരി കളിയാക്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് അവന്റെ ഫുട്ബോൾ ടീമിന്റെ ശത്രുക്കളായ എതിർ ടീമിൽപ്പെട്ടതായിരുന്നു ഞാനും. പ്രായത്തിൽ കുറവാണെങ്കിലും നല്ല എണ്ണം കാച്ചിയ ശത്രുക്കളായതുകൊണ്ട് അവനെന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായത് തികച്ചും സ്വാഭാവികം. എൻ്റെ ചോറ് ഊറ്റി കുടിക്കാവുന്ന കല്യാണ ചെക്കൻ വരെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ചിത്തൂനെ പോലെ വേറൊരു പെണ്ണിനെ കണ്ട് കിട്ടിയപ്പോൾ പ്രേമിച്ചാൻ കിട്ടി. എന്നിട്ട് ഇവൻ അടങ്ങിയില്ല. പിന്നെ കുടുംബക്കാരെ കൂടി പഠിപ്പെന്നും പറഞ്ഞ് വേറെ എങ്ങാണ്ടോ കെട്ടിയെടുത്തു. എല്ലാം കെട്ടടങ്ങി വർഷങ്ങൾ ഇത്രയായിട്ടും ഈ അലവലാതിയുടെ കണ്ണിലെ തിളപ്പ് കണ്ട. എൻ്റെ ചെക്കനെ കൈ കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരം. പല്ലിയടിച്ചു പറയുന്ന മാത്യൂസിനെ നോക്കി സാഹചര്യം മറന്ന് എബി എന്ന് ചിരിച്ചുപോയി. അങ്ങേര് അത്രക്ക് ഭീകരനില്ലെന്ന് പപ്പക്കറിയും പോലെ എനിക്ക് പറയാം. ചോദ്യം ചെയ്യലിന് ഗതി മാറിയപ്പോ SA വിലക്കിയത് പുള്ളി തന്നെയാണ്. കുഴപ്പക്കാരനല്ല പപ്പ. ഇങ്ങേര് നിങ്ങളെ ചൊറിഞ്ഞാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. നോക്കൂ, ചിലപ്പോൾ അങ്ങയുടെ വരവ് നമുക്ക് നല്ലതിനാവും. പ്രത്യേകിച്ച് പപ്പയുടെ ചിത്തുവിന്റെ വലിയൊരു സങ്കടത്തിന് കർട്ടം വീഴാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഏത്? ആ ബറാബസ്. എന്റെ കുഞ്ഞമ്മാവിന് നാളുകളായിട്ട് ഇളങ്ങി തുടങ്ങിയ കഠിന കടവൽക്കച്ച ഹൃദയം മുഴുവനായിട്ട് ചിത്ര മാത്യൂസിന് വേണ്ടി തുറന്നു വളർന്ന് കിടക്കും. എന്റെ ഒരു ഊഹ. നോക്കാം. മാത്യൂസ് മൂക്കും ചുണ്ട് ചുളിച്ച് നടക്കാൻ യാതൊരു ചാൻസും എന്റെ ചെക്കാന്ന് പറയും പോലെ ചുണ്ടെന്ന് കൂട്ടി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോറിഡോറിലേക്ക് തിരിഞ്ഞു. പുറത്തേക്ക് അടുക്കുന്തോറും എബിക്ക് വീണ്ടും ഉള്ളു കലങ്ങി തുടങ്ങി. പപ്പ, വജ്ര അവള് ഇടറിപ്പോയിരുന്ന ശബ്ദം. മാത്യൂസ് ഒന്ന് ഇടവിർപ്പെട്ടു. വന്നിട്ടുണ്ടടാ, ഒരു നോക്കേ കാണാൻ പറ്റിയുള്ളൂ. അപ്പോഴേക്ക് എനിക്ക് ഉള്ളിലേക്ക് വരേണ്ടി വന്നു. ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോലും പറ്റിയില്ലടാ. ഈ ഒരു നേരം കൊണ്ട് അത് കരഞ്ഞൊരു പരുവായിട്ടുണ്ട്. കണ്ടപ്പോൾ നെഞ്ചൊന്ന ആളിയെങ്കിലും നിന്നോട് ഇത്രയൊക്കെ അതിന് സ്നേഹം ഉണ്ടായിരുന്നു. എനിക്കൊരു സന്തോഷം തോന്നായിരുന്നില്ല. പ്രണവും ബഷീറും കൂടെയുണ്ട്.
അവർ സമാധാനിപ്പിച്ചിട്ടൊന്നും അവർക്ക് ദേഷ്യം നേരിടടാ. എബിയുടെ ഉള്ളം നിറഞ്ഞു. അവൾ അതാണ്, തന്നെ വാനോളം എന്നല്ല, തിട്ടപ്പെടുത്താൻ പോലും പറ്റാത്തത്ര ഉയരത്തിൽ, ആഴത്തിൽ, വേഗത്തിൽ, കാഠിന്യത്തിൽ സ്നേഹിക്കുന്നവൾ. കണ്ണിലൊരിത്തിരി നനവ് ഊറിത്തുടങ്ങി. അവളെ ഒന്ന് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയല്ലോ പപ്പ ഞാൻ. എന്നെ കാത്തു നിൽക്കുന്നവളോട് ഞാനിങ്ങനെ ഇപ്പോ അറിയാം മോന്, ഞാനിപ്പോ അതാ ആലോചിക്കുന്നത്. വരേണ്ടിയിരുന്നില്ല അവളിപ്പോ മീഡിയക്കാരാണെങ്കിൽ. പറഞ്ഞു പൂർത്തിയാക്കാതെ പരിസരം നോക്കി നെടുവീർപ്പോടെ ആരാ മെയിൻ ഡോർ തുറന്നു. മീഡിയക്കാർ അനുവദിച്ച് ഏരിയക്കടുത്തായി കുറച്ച് പിറകിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവളിലേക്ക് തന്നെയാണ് കണ്ണുകളെത്തി നിന്ന്. വജ്ര ആളുടെ കരഞ്ഞിറങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി ആശങ്കയോടെ കരുതലോടെ നോക്കിയ ആ നിമിഷം ആൾക്ക് കുറച്ചപ്പുറം പുറകിൽ നിൽക്കുന്ന വ്യക്തിയിൽ അവന്റെ ദൃഷ്ടി മാറി പതിച്ചു. വജ്രയുടെ മുത്തശ്ശൻ? പരിഭ്രമത്തോടെ അവന്റെ പതിഞ്ഞ ശബ്ദം പുറത്തു വന്നു. ആൾ പറഞ്ഞറിയുള്ള അയാളുടെ രീതികളും ചിട്ടകളും വിശ്വാസങ്ങളും ഒരു നിമിഷം കൊണ്ട് ഓർത്തെടുത്തു പോയത് വജ്രയും തന്നെ കോർത്തെടുത്ത് വിശകലനം ചെയ്യുന്ന ആ നോട്ടുള്ളിൽ തീർത്ത ആശങ്ക ചെറുതല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അന്യമതസ്ഥരോട് നല്ല രീതിയിൽ തന്നെ ഇടപെടാറെങ്കിലും സ്വന്തം മതത്തിലും ജാതിക്കും അദ്ദേഹം കൽപ്പിച്ചിരിക്കുന്ന വില എല്ലാത്തിനും മുകളിൽ തന്നെയാണ്. ഫോണിലൂടെയുള്ള രാവേറെ നീണ്ടുനിന്നിരുന്ന സംഭാഷണങ്ങളിൽ ഫാമിലിയെക്കുറിച്ചും ഓരോരുത്തരുടെയും നേച്ചറിനെ കുറിച്ചും പരസ്പരം പരിചയപ്പെടുത്തിയ സമയത്ത് എബിയിൽ തരക്കേടാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തിയ വ്യക്തി ഇദ്ദേഹം തന്നെയാണ്. പുള്ളിയുടെ ഭാര്യ, അതായത് വജ്രയുടെ മുത്തശ്ശി മരിച്ചാൽ പിന്നെ തീർത്ഥാടനങ്ങളും മറ്റുമായി യാത്രയിൽ തന്നെ ആയിരുന്നല്ലോ പണ്ട് മുതലേ. വജ്രയ്ക്ക് ഈ വീട്ടിലേക്ക് സ്ഥിരതാമസമായതിൽ പിന്നെ വളരെ കുറവായിരുന്നു ആ വക പോക്കൊക്കെ. പക്ഷെ ഒരു വർഷമായി വീണ്ടും ക്ഷേത്ര സന്ദർശനങ്ങളും തീർത്ഥാടനവും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഒരിക്കൽ പറഞ്ഞപ്പോൾ ഇങ്ങേര് നമുക്കൊരു ലോങ് ടൈം പാരയാവൂടാ എന്ന് പകുതി കാര്യമായും പകുതി കളിയായും ചോദിച്ചാണവൻ. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഇഷ്ടത്തിന് വില കൽപ്പിക്കുമെന്ന് എനിക്ക് അറിയുന്നല്ലേ. ജാതിയും മതവും പറഞ്ഞ് എതിർപ്പിന് തീപ്പിരി അവർക്കുള്ളിൽ ഇഞ്ചെക്ട് ചെയ്യാൻ മുത്തശ്ശൻ വന്ന എൻ്റെ അച്ഛനെ മുകളിലേക്ക് എടുക്കാനേ പോവില്ല. എബിൻ മാത്യൂസ് എന്ന എൻ്റെ ഈ ചെക്കൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ മുത്തശ്ശൻ മൂക്ക് കുത്തി വീഴുന്ന എനിക്ക് ഉറപ്പാണ്. അല്ലറ ചിലർ എതിർപ്പുണ്ടായാലും അച്ഛനെ ഡീൽ ചെയ്തോളും. എബിയുടെ വ്യക്തിത്വവും കാഴ്ചപ്പാടുകളും മാത്രമേ അച്ഛനും അമ്മയും തിരക്കൂ. മുത്തശ്ശനെ മനസ്സിലാക്കിപ്പിക്കാൻ അവർക്ക് പറ്റും. എബിയെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കില്ല മുത്തശ്ശൻ. മതൊഴിച്ച് വേറെന്തെങ്കിലും പറയാനുണ്ടോ തടസ്സം? ആ ചോദ്യം ഓർത്തെടുത്തുകൊണ്ട് അവനെ കൈമുഷ്ടി ചുരുണ്ടുപോയി. തന്നിൽ ചാർത്തി കിട്ടിയിരിക്കുന്ന ഈ കളങ്കത്തിനേക്കാൾ വലിയ തടസ്സം ഇനി എന്തുണ്ട്? അതിനെ ഇല്ലാതാക്കി കുറ്റവിമുക്തനാവും വരെ അവളും താനും നേടാൻ പോകുന്ന വിചാരണയുടെ ദൈർഘ്യം എത്രയെന്ന് പറയാനാവില്ല. അയാൾക്ക് ഇതൊരിക്കലും മറക്കാനാവില്ല. ആ അച്ഛനും അമ്മയ്ക്കും മേൽ ഈ ഒരു കാരണം കൊണ്ട് അയാൾക്ക് തങ്ങളുടെ പ്രണയത്തിനൊരു കല്ലറ പണിയാനുള്ള തീരുമാനം എടുപ്പിക്കാനാവില്ലേ? ജാതിയും മതവും അച്ഛനമ്മമാർക്ക് പ്രശ്നമാവില്ലായിരിക്കും. പക്ഷേ എബിൻ മാത്യൂസിന്റെ വ്യക്തിത്വത്തിന് ചുറ്റും മുള്ളുവേൽ തീർത്തിരിക്കുന്ന ഈ കളങ്കം അതിനെ എത്ര കഴുകിക്കളഞ്ഞാലും സംശയത്തോടെ മാത്രമേ സമൂഹം നോക്കിക്കാണൂ. ആ നാണക്കേട് അതവരിൽ ചലനം സൃഷ്ടിക്കില്ലേ? പുനർവിചിന്തനത്തിന് പാതയൊരുക്കില്ലേ? ഓർത്തുകൊണ്ട് നെഞ്ചു പിടഞ്ഞു. കണ്ണിൽ അവളുടെ രൂപം പകർത്തുന്നതിന് തടസ്സമായി നിസ്സഹായതയുടെ മതിൽ കെട്ടിപ്പൊങ്ങി തുടങ്ങി. തന്നെ വായിക്കുന്ന ആ കണ്ണുകളെ നേരിടാനാവാതെ അവളുടെ പിറകിൽ നിൽക്കുന്ന രൂപം അവന്റെ കണ്ണുകളെ അരുതെന്ന് പിന്തിരിപ്പിച്ചിരുന്നു. അവന്റെ ഭാവപ്പകർച്ചയെ ശ്രദ്ധിക്കായിരുന്നു മാത്യൂസും. കുറച്ചപ്പുറമാണ് നിൽക്കുന്നതെങ്കിലും വജ്രയുടെ നിറഞ്ഞ കണ്ണുകൾ കാണാനാവുന്നുണ്ട്. തന്റെ മകന് വേണ്ടിയുള്ള ആ നിൽപ്പ് അയാളുടെ കണ്ണിലും വേദന നിറച്ചു. മീഡിയാസും പത്രക്കാരും അരികിലേക്ക് വരാനുള്ള തത്രപ്പാടിലാണ്. ചുരിദാറിന്റെ ഷാളിൻ തുമ്പിൽ വിരൽ ചുറ്റി പരിഭ്രമത്തോടെ വേവലാതിയോടെ നിൽക്കുന്നവളോട് കണ്ണുകൾ കൊണ്ടെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മാത്യൂസിന്റെ ദൃഷ്ടിയിൽ അവൾക്ക് പുറകിൽ നിൽക്കുന്ന ആളിന്റെ രൂപം പതിയുന്നത്. എബി അത് കണ്ടു അപ്പ. പക്ഷെ അവളറിഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ പപ്പയ്ക്ക് അറിയാവുന്നില്ലേ അങ്ങേരുടെ നേച്ചർ. ഇനി അവൾക്ക് മുമ്പിൽ ഒരു വിചാരണ ഉറപ്പാ. ഇപ്പൊ അങ്ങയുടെ കയ്യിലുള്ള സംശയമാണ് അവളിവിടെ കൊണ്ടെത്തിച്ച റീസൺ അറിയാനുള്ള ശ്രമം. അവളെങ്ങാനും ഇപ്പോൾ ഓടി വന്നാ. പതിയെ മുന്നോട്ട് നടക്കുന്നതിനിടെ മറ്റാർക്കും കേൾക്കാത്ത പോലെ പരസ്പരം സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന ആശങ്കയോടെ മാത്യൂസ് അവരെ നോക്കി. പ്രണവും ബഷീർ എന്താ ഇങ്ങനെ ചിന്തിക്കാതെ അവളിങ്ങോട്ടും? അത്രയും പറഞ്ഞപ്പോൾ കണ്ണു നിറുക്കി അടച്ച് പല്ലിറുമിപ്പോയി. അവള് കേട്ട് കാണില്ലടാ. നിനക്കന്ന് ആക്സിഡന്റ് പറ്റിയപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ വീട്ടിലേക്ക് ഓടി വന്ന കക്ഷിയല്ലേ. നിനക്ക് വേണ്ടി അവളെല്ലാ തടസ്സങ്ങളും മറക്കും. ഞാനത് നിനക്ക് പറഞ്ഞു തന്നിട്ട് വേണോ? ഉള്ളുലഞ്ഞു പോകുന്നു. മാത്യൂസിന്റെ കയ്യിൽ അവന്റെ വിരലുകൾ അമർന്നു. പ്രണവിലേക്കും ബഷീറിലേക്ക് എബിയുടെ നോട്ടമെത്തി. ബഷീറിന്റെ കണ്ണിൽ ആവലാതിയാണെങ്കിൽ പ്രണവിന്റെ കണ്ണിൽ രൂക്ഷഭാവമാണ്. വജ്രയുടെ കണ്ണുനീര് നീ കണ്ടോ എന്ന ചോദ്യമാണ്. നീ അവള് പറയുന്ന അവിടെ ആ സോക്കോൾഡ് എബി തന്നെയാണോ, അതോ ഞാൻ ആണയിട്ട് പറഞ്ഞ ചതിയനോ? പുരികക്കൊടികൾ ഉയർത്തിക്കൊണ്ട് ഗർജിക്കുകയാണ് അവനെന്ന് തോന്നി എബിക്ക്. വജ്രയുടെ കണ്ണ് നിറയുന്നതിൽ കൂടുതൽ മറ്റൊന്നും അന്നും ഇന്നും ഇനിയെന്നും പ്രണവിനെ വയലന്റ് ആക്കില്ലെന്ന് തനിക്കറിയാം. നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആളോടുള്ള അവന്റെ ഇഷ്ടമുള്ളിൽ കുഴിച്ചു മൂടാൻ തീരുമാനിച്ചതും സ്വയം നേറിക്കൊണ്ട് അവളുടെ ഇഷ്ടത്തെ അംഗീകരിച്ചതും, അതായത് ആ ജീവനാഥ ശത്രുവായി മുദ്രകുത്തിയ എബിൻ മാത്യൂസിനെ അംഗീകരിച്ച് ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പോലും അവളുടെ കണ്ണീര് കാണാനാവില്ലെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നീയായിട്ട് ഇനി ഇവിടെ കണ്ണു നിറച്ച
പാത്തുവിന്റെ ഫംഗ്ഷനിൽ വെച്ച് പോലും സംസാരത്തിനിരിക്കപ്പോഴോ അങ്ങനെയൊന്നും അവൻ ഓർപ്പിച്ചുകൊണ്ട് വെട്ടിത്തിരിഞ്ഞു പോയത് ഓർത്തുകൊണ്ട് വജ്രയോടുള്ള അവന്റെ കരുതലിനോട് എല്ലാ ബഹുമാനവും ചേർത്ത് വെച്ച് ആ കണ്ണിലേക്ക് ഒന്നുകൂടെ നോക്കി. പെട്ടുപോയതാടാ. ദയനീയമായിരുന്നു എബിയുടെ മൗനത്തോടെയുള്ള നോട്ടം. പുച്ഛത്തോടെ, നിറഞ്ഞ പുച്ഛത്തോടെ പ്രണവ് പല്ലടിച്ച് മുഖം തിരിച്ചു. അതുകൊണ്ട് എബിക്ക് സാഹചര്യവും സന്ദർഭവും മറന്ന് ദേഷ്യം വന്നു. നീ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ലെന്ന പോലെ പ്രണവിന്റെ നോട്ടം വീണ്ടും അവനിലേക്ക് എത്തിയപ്പോൾ ചേഷ്ട കൊണ്ട് പറയാതെ പറഞ്ഞു. ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെട്ടുപോയി പ്രണവ്. വജ്ര, തൽക്കാലം നമുക്ക് തിരിച്ചു പോവാം. കണ്ടില്ലേ, ജാമ്യം കിട്ടിയല്ലോ. ഇനി സൗകര്യം പോലെ നാളെ മറ്റന്നാൾ സംസാരിക്കാം. വാ. ആളുടെ കൈ പിടിച്ച് വാശിയോടെ, അതിലുപരി മാധ്യമപ്രവർത്തകരുടെ ആരുടെയൊക്കെയോ സംശയത്തോടെയുള്ള നോട്ടം ആളിലേക്ക് എത്തുന്നുണ്ടെന്ന് തിരിച്ചറിവോടെ പറഞ്ഞതും ആളൊന്ന് ദയനീയമായി നോക്കി. എബി തനിക്ക് മുഖം തരുന്നില്ലെന്ന ചിന്ത ഉള്ളിലുണ്ടാക്കുന്ന ആന്തൽ ചെറുതായിരുന്നില്ല. കണ്ണു നിറച്ചുകൊണ്ട് വീണ്ടും അവൾ എബിയെ നോക്കി. എല്ലാവരെയും വകഞ്ഞു മാറ്റി ചുറ്റുമുയരുന്ന ചോദ്യങ്ങളെ പാടെ അവഗണിച്ച് ഒരു ഭാഗത്ത് തൂക്കിയിട്ട കാറിൽ ലക്ഷ്യം വെച്ച് വരികയായിരുന്ന മകനും പപ്പിക്കരികിലേക്ക് നടക്കാനാഞ്ഞതും എബിയുടെ രൂക്ഷമായ നോട്ടത്തിൽ കാലുകളിൽ ചങ്ങലയിട്ട പോലെ അവൾ നിന്നു. വജ്രയെയും പ്രണവിനെയും ബഷിയെയും ആ നോട്ടത്തിൽ തറച്ച് ആൾക്ക് പിറകിലേക്ക് കൂടി കൃഷ്ണമണികൾ ചലിപ്പിച്ചു. അവൾക്കോ ബഷീറിന് എബിയുടെ ആ ദേഷ്യഭാവത്തിനർത്ഥം മനസ്സിലായില്ലെങ്കിലും അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യം തിരിച്ചറിഞ്ഞ് മറ്റാരും അറിയാത്ത രീതിയിൽ പുറകിലേക്ക് തല സ്വൽപ്പം ചെരിച്ച് പ്രണവ് കൺകോണുകളിൽ ആ കാഴ്ച വരുത്തി. ഈശ്വര, മുത്തശ്ശനും ദാസനെങ്കിലും. അതിൻ്റെ ഉള്ളിലൂടെ മിന്നൽ പാഞ്ഞേറി. ഇത്തവണ പ്രണവാണ് എബിയെ ദയനീയമായി നോക്കിയത്. തൃപ്തിയായല്ലോ. മുഖം ചലിപ്പിച്ച് പല്ലിയരിച്ച് പ്രണവിനെ ആകമൊത്തം നോക്കി മാത്യൂസിനെ കാറിന്റെ മുൻവശത്ത് ഡോറിന് അകത്തേക്ക് കയറ്റി ഡ്രൈവിംഗ് സീറ്റിലേക്ക് എബി കയറിയിരുന്നു. വജ്ര വിശ്വസിക്കാനാവാതെ അവനെ തന്നെ നോക്കി തറഞ്ഞു നിൽക്കുകയാണ്. കവിളിലേക്ക് ഒഴുകിയത്തെ കണ്ണുനീര് തുടക്കാതെ അങ്ങനെ നിന്നുപോയി. എബി. നേരത്തെ ശബ്ദം പുറത്തേക്ക് വന്നുപോയി. അത് കേട്ടെന്ന പോലെ നെഞ്ചിലുണ്ടായിരുന്ന പിടച്ചിൽ ഒതുക്കി വെക്കാൻ കഴിയാതെ എബിയുടെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകി. പിന്നെ ഒരു പോക്കായിരുന്നു. ആ കോമ്പൗണ്ട് കടന്ന് ആ കാറ് പാഞ്ഞത് മിന്നൽ വേഗതയിലായിരുന്നു. പ്രണവ്, എബി, അവൻ വീങ്ങിക്കൊണ്ട് പ്രണവിന്റെ കൈത്തണ്ണിൽ പിടിച്ച് തിരിഞ്ഞു. പുറകിൽ രൂക്ഷഭാഗത്തോടെ നിൽക്കുന്ന മുത്തശ്ശനെയും അവജ്ഞതയോടെ നോക്കുന്ന ചിറ്റപ്രിയും കണ്ട് വജ്രയുടെ ഉള്ളി വിറച്ചു. സമയമാകുമ്പോൾ താനായിട്ടെല്ലാം തുറന്നു പറയുമ്പോൾ ഉണ്ടാവാനുള്ള വിചാരണ അകാലത്തിൽ വന്ന് നിൽക്കുകയാണ് മുന്നിൽ. ചോദ്യങ്ങൾ നേരിടാനുള്ള ത്രാണി ഇപ്പോഴില്ല, പൊരുതാനിപ്പോൾ വാക്കുകളില്ല. ഇത്തരം പ്രതിസന്ധി വരുമ്പോൾ കാരിരുമ്പ് പോൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യവും ശക്തിയും നേരത്തെ ആ കാറിൽ പോയവന്റെ ചിരി മാത്രമായിരുന്നു. തനിക്ക് തരാതെയത് എവിടെ അവൻ മറന്നു വലിച്ചെറിഞ്ഞ് അഭിനയിച്ചു പോയത് എന്തിനാണെന്ന് മനസ്സിലായി. പക്ഷെ ഒറ്റക്കാക്കി പോയതുപോലെ അല്ല, എബിക്കതിന് കഴിയില്ല. അവനവനെ തനിച്ചാക്കിയതാണ്. ഈ ആൾക്കൂട്ടത്തിന് മുത്തശ്ശന് മുമ്പിൽ നിന്ന് രക്ഷിച്ചതാണ്. തന്നെ ദയിപ്പിക്കാൻ പാകത്തുള്ള മുത്തശ്ശന്റെ നോട്ടം ആരെക്കാളും മുന്നേ അവൻ കണ്ടിരുന്നു. സ്വയം മറന്ന് താൻ പ്രവർത്തിക്കും മുമ്പേ നൽകിയ താക്കീതാണ് ആ നോട്ടം. മനസ്സ് വിറകൊണ്ട് എന്തൊക്കെയോ പറയുന്നു. ആളുകളും ബഹളങ്ങളും ഒഴിഞ്ഞു പോകുന്നുണ്ട് ഇരുവശത്തൂടെയും. താങ്ങിനെന്നോണം പ്രണവിന്റെ കൈത്തണ്ണയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുത്തശ്ശന് നേരെ വിളറിയ ചിരിച്ചു. ആളുടെ കൈക്ക് മേലെ കൈയമർത്തി സ്വകാര്യം പോലെ അവൻ അന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. കോളേജ് മേറ്റ്, നത്തിങ് മോർ ടു എക്സ്പ്ലെയിൻ നൗ. തലകുലുക്കുമ്പോഴും നെഞ്ചിരിപ്പ് പാരമ്യതയിലാണ്. എബി തനിക്ക് ആരാണെന്ന് പേരൻസിനോട് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോഴിങ്ങനെയൊരു സാഹചര്യത്തിലൂടെ എല്ലാവരും അറിയേണ്ടതും എല്ലാം ശാന്തമായ ശേഷം മതി എല്ലാവരും എല്ലാം അറിയുന്നതും. നുണ പറയില്ല, നിവൃത്തിയില്ല. ആ നോട്ടത്തിലുണ്ട് ചോദ്യങ്ങളെല്ലാം. അവളൊന്ന് ശ്വാസം നീട്ടിയെടുത്തു. പ്രണവിന്റെ കൈത്തണ്ടയിൽ അമർന്ന വജ്രയുടെ കൈയും അതിനുമേൽ അവൻ അമർത്തി പിടിച്ചിരിക്കുന്നതും കണ്ട് മുത്തശ്ശന്റെ നെഞ്ചിലേതോ ആശ്വാസത്തിന്റെ കുഞ്ഞു വെളിച്ചം തെളിഞ്ഞു. മുഖത്തെ ഭാവത്തിന് അയവ് വന്നു. വരണ്ടു തുടങ്ങിയിരിക്കുന്ന ഉള്ളിൽ ആ മോഹത്തിന് തിളക്കമേറി. മുത്തശ്ശൻ ഇവിടെ? ആളുടെ ശബ്ദത്തിലെ പതർച്ചയും കണ്ണിലെ വെപ്രാളവും സസൂക്ഷ്മം വീക്ഷിക്കായിരുന്നു ചിറ്റപ്പനായ ദാസൻ. ബഷീറാണെങ്കിൽ പണ്ടേ തന്നെ കണ്ടുകൂടാത്ത ആ വിഷജന്തുവിനെ അടിമുടി നോക്കി ഉള്ളിൽ പ്രാഗി തുടങ്ങിയിരുന്നു. അത്ര നല്ല സ്വഭാവമാണ്. എവിടെയാണ് ഒരു വിദ്വേഷം പടർത്താൻ കഴിയുന്ന വിഷയത്തിൽ PhD എടുത്ത് നിൽക്കുന്ന മുതൽ അസഹനീയം എന്ന വാക്കിന്റെ പര്യായപദം കൂടിയായിരുന്നു. നീ എന്താ ഇവിടെ? അങ്ങേയറ്റത്തെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും മറുചോദ്യം ചോദിച്ച ദാസനാണ്. മുത്തശ്ശന് ഉത്തരത്തിനായി കാത്തുനിന്നു. പറയെന്ന് കണ്ണുകളിലൂടെ കമാൻഡ് ചെയ്യും പോലെ പ്രണവിനെയും ബഷീറിനെയും സംശയദൃഷ്ടി കൊണ്ട് ഒഴിയുന്നുമുണ്ട്. അത് ആ സസ്പെക്ട് ചെയ്യുന്ന കുട്ടി ഞങ്ങളുടെ കോളേജ് മേറ്റാ മുത്തശ്ശ. ഞങ്ങൾ അസൈൻമെന്റ് ഭാഗമായിട്ട് കുറച്ച് ബുക്ക് സ്റ്റാളിൽ നിന്ന് എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് കേൾക്കുന്നത്. ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാവൻ. കേട്ടപ്പോൾ ഓടി വന്നാ. പ്രണവ് ഒറ്റ ശ്വാസത്തിൽ ധൃതി തോന്നാതെ വിധം പറഞ്ഞൊപ്പിക്കുമ്പോൾ ദാസന്റെ മുഖത്ത് അവൻ പറഞ്ഞ നുണയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഭാവമായിരുന്നു. ആണോ വജ്ര? ആളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി മുത്തശ്ശൻ ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ ആളൊന്ന് പതിരെങ്കിലും വിരലുകളിൽ അമർന്ന പ്രണവിന്റെ കയ്യിലൂടെ ധൈര്യം സംഭരിച്ച് അവൾ അദ്ദേഹത്തെ നോക്കി. അതേ മുത്തശ്ശ, കേട്ടപ്പോ വല്ലാണ്ടായി. അപ്പോ കോമൺ സെൻസ് എന്ന ഒന്ന് നീ പോലും എന്തേ മറന്നുപോയി പ്രണവ്? വജ്ര പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ അരിശം കടിച്ചു പിടിച്ചയാൾ പ്രണവിന് നേരെ തിരിഞ്ഞപ്പോൾ ബഷീർ നെറ്റിയിൽ വിരലുൽസി പരിഭ്രമത്തോടെ ചുറ്റുമൊന്ന് വീക്ഷിച്ചു. അധികമാരുമില്ല. എന്നാൽ ഇനിയൊരു സീനിയുടെ ഉണ്ടാക്കുന്നത് നല്ലതിനാവില്ല. പ്രണവാണെങ്കിൽ ദാസന്റെ ചൂഴ്നോട്ടത്തിലും മുത്തച്ഛന്റെ ചോദ്യത്തിലും നെർവസായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.